കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14. നമ്മൾ ശ്ലോകം 14 ചെയ്തു. അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ശ്ലോകം ആണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. അതായത് എന്നിൽ സർവാത്മനാ ശരണമടഞ്ഞ ഒരു ഭക്തൻ എന്നെ അല്ലാണ്ട് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മലോകമോ ഇന്ദ്രലോകമായ സ്വർഗമോ വലിയ ചക്രവർത്തി സ്ഥാനമോ രസാധിപത്യമോ യോഗസിദ്ധികളോ മോക്ഷം തന്നെയുമോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അത്രയ്ക്ക് ഭഗവാൻ മാത്രമേ അവർക്ക് വേണ്ടൂ. ഇനി അങ്ങനെയുള്ളൊരു ഭക്തനെയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ പറയാൻ പോവുകയാണ് കേട്ടോ. 15 വായിക്കാം. ന തഥാ മേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീർനൈവാത്മാ ച യഥാ ഭവാൻ. ഇതും പ്രസിദ്ധമായിട്ടുള്ള ശ്ലോക. എന്താ ഭഗവാൻ പറയണ? യഥാ എങ്ങനെ, അതായത് ഭക്തനായിട്ടുള്ള ആള് മേ പ്രിയതമ എനിക്ക് വളരെ പ്രിയമായവനോ, എനിക്ക് അതായത് ഉദ്ധവൻ തന്നെ അങ്ങനെയാണ്. ഉദ്ധവൻ തന്നെ എനിക്ക് എങ്ങനെ, അതായത് ഉദ്ധവനോട് പറയുകയാണ് എനിക്ക് നീ അത്ര പ്രിയ, കാരണം എൻ്റെ ഭക്തനാണ്, അതുകൊണ്ടാണ്. യഥാ എങ്ങനെ, ഭക്തനായിട്ടുള്ള നീ എന്നർത്ഥം. അതിൻ്റെ അർത്ഥം യഥാ പറഞ്ഞാൽ ഭക്തനായിട്ടുള്ള ഉദ്ധവൻ മേ പ്രിയതമഹ എനിക്ക് ഏറ്റവും പ്രിയമായവനോ, തഥാ അങ്ങനെ എനിക്ക് നീ, അതായത് പറയാൻ പോകണമെന്ന് അറിയാം, എനിക്ക് ഉദ്ധവനോടുള്ള സ്നേഹമുണ്ടല്ലോ അത് അങ്ങനെ ആത്മയോനിഹി എന്ന ബ്രഹ്മദേവനോട്, ആത്മയോനി പറഞ്ഞാൽ എൻ്റെ പുത്രനായിട്ടുള്ള ബ്രഹ്മാവിനോടില്ല, ശങ്കരഹ എന്ന ശങ്കരനോടില്ല, ശിവനോടില്ല. എനിക്ക് ഉദ്ധവനോട് എനിക്ക് ഉള്ള സ്നേഹം എനിക്ക് എൻ്റെ മകനായിട്ടുള്ള ബ്രഹ്മാവിനോടോ ശിവനോടോ സംഘർഷണ എൻ്റെ ഏട്ടനായിട്ടുള്ള ബലരാമനോടോ ശ്രീന എൻ്റെ മാറിൽ ഞാൻ സ്ഥലം കൊടുത്ത എൻ്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മിയോടോ ആത്മാച്ചാന്നായവ എനിക്ക് എൻ്റെ ശരീരം കൂടിയും എനിക്ക് നിന്നോളം പ്രിയമല്ലാന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ഉദ്ധവനോടുള്ള സ്നേഹം എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞ? അല്ലയോ ഉദ്ധവ, എനിക്ക് എൻ്റെ പുത്രനായിട്ടുള്ള ബ്രഹ്മാവോ പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണല്ലോ ശിവൻ, അപ്പോൾ മകൻ്റെ മകൻ എന്ന് പറയാം, പേരക്കുട്ടിയായിട്ടുള്ള ശിവനോ എൻ്റെ ഏട്ടനായിട്ടുള്ള ബലരാമനോ എൻ്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയോ എൻ്റെ ഈ ശരീരം പോലുമോ എനിക്ക് അങ്ങയെപ്പോലെ സ്നേഹിക്കാൻ സ്നേഹമില്ല. അങ്ങേ ഞാൻ സ്നേഹിക്കണ പോലെ ഞാൻ ബ്രഹ്മാവിനെയോ മകനായിട്ടുള്ള ബ്രഹ്മാവിനെയോ ശിവനെയോ പിന്നെ ബലരാമനെയോ എൻ്റെ പത്നിയായിട്ടുള്ള മഹാലക്ഷ്മിയോ എൻ്റെ ശരീരത്തെ തന്നെയോ ഞാൻ അങ്ങേ സ്നേഹിക്കണ പോലെ സ്നേഹിക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, ഉദ്ധവൻ്റെ ഒരു ഭാഗ്യം അല്ലേ. എനിക്ക് അങ്ങയോളം പ്രിയമായിട്ട് ആരുമില്ല എന്ന്. അതാണ് അതായത് അങ്ങ് എപ്രകാരം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണോ അതുപോലെ അപ്രകാരം എനിക്ക് ബ്രഹ്മാവോ ശങ്കരനോ ബലരാമനോ ശ്രീഭഗവതിയോ എനിക്ക് പ്രിയപ്പെട്ടവരല്ല. അതായത് എന്തിനു പറയണു ഉദ്ധവ, എനിക്ക് എൻ്റെ ഈ ശരീരം പോലും ഞാൻ അവതാരോദ്ദേശം നടത്താൻ വേണ്ടി എടുത്ത ഈ ശരീരം പോലും എനിക്ക് അങ്ങയോട് തോന്നുന്ന അത്ര പ്രിയം തോന്നണില്ല എന്ന്. അതായത് ഏറ്റവും ലോകത്തിൽ പ്രിയപ്പെട്ടത് ഉദ്ധവനാണെന്ന് പറഞ്ഞു. അതായത് പിന്നെ എല്ലാ ഭക്തന്മാരും എന്നാണ് അർത്ഥം കേട്ടോ, പക്ഷേ അറിയാണ്ട് പറഞ്ഞതാവും ഉദ്ധവന്. ഉദ്ധവനെ പോലുള്ള എല്ലാ ഭക്തന്മാരും എനിക്ക് ബ്രഹ്മാവിനേക്കാളും ശിവനേക്കാളും ഉദ്ധവനെ പോലുള്ള ഇതുപോലുള്ള തീവ്ര ഭക്തിയോട് കൂടിയിട്ടുള്ള ഏതൊരു ഭക്തനും എന്നാണ് കേട്ടോ ഇവിടെ അർത്ഥം. ആർക്കാണ് എന്നിൽ സർവാത്മന ഉള്ള ഭക്തി ഉള്ളത് അവരെ എനിക്ക് ബ്രഹ്മാവിനേക്കാളും ശിവനേക്കാളും ബലരാമനേക്കാളും മഹാലക്ഷ്മിയേക്കാളും പ്രിയാണ് എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ ഉദ്ധവനോട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ന തഥാ മേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീർനൈവാത്മാ ച യഥാ ഭവാൻ. അങ്ങനെപ്പോലുള്ള എല്ലാ ഭക്തന്മാരെയും അങ്ങനെയാണെന്ന്.
നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. പ്യൂരിഫൈ ചെയ്യുക, അതാണ് നിരപേക്ഷം. അതായത് നിരപേക്ഷനും ഒരു അപേക്ഷയില്ലാത്തവനും ശാന്തം, അതുകൊണ്ട് തന്നെ ശാന്തനും നിർവൈരം ആരിലും വൈരമില്ലാത്തവനും സമദർശനം എല്ലാവരെയും സമഭാവനയോടുകൂടി വീക്ഷിക്കുന്നവനും മുനിയെ അഘ്രി രേണുഭി പാദധൂളികളാൽ അഹം ഞാൻ പരിശുദ്ധനായി പൂയേയ ഭവിക്കണം ഇതി എന്ന വിചാരത്താൽ നിത്യം എന്നും അനുവ്രജാമി ഒപ്പം പോകുന്നു. എന്താണ് അതിന് പറഞ്ഞത് വെച്ചാൽ നിരപേക്ഷം ശാന്തം നിർവൈരം സമദർശനം മുനിം. അതായത് നിരപേക്ഷം വെച്ചാൽ ഒരാഗ്രഹമില്ലാത്തവനും ശാന്തനും എല്ലാവരെയും ആരോടും വൈരമില്ലാത്തവനും എല്ലാവരെയും ഒരുപോലെ കാണുന്നവനും സമഭാവനയുള്ളവനും നിരന്തരം എന്നെ സ്മരിക്കുന്നവനും ആയ ഒരു മുനി പറഞ്ഞ മനനം ചെയ്യുക. നിരന്തരം എന്നെ സ്മരിക്കുന്ന ഒരു ഭക്തനെ ഞാൻ ആ ഭക്തൻ്റെ പാദത്തിലത്തെ ധൂളി കൊണ്ട് എന്നെയും എന്നിൽ അടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തെയും ശുദ്ധീകരിക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഭക്തൻ്റെ കൂടെ ഉണ്ടാവാൻ. എന്താ ഭഗവാൻ പറയണറിയോ? അങ്ങേപ്പോലുള്ള അല്ലെങ്കിൽ നല്ല ഉത്തമ ഭക്തനായിട്ടുള്ളൊരാളെ അവർ നിരപേക്ഷ ആഗ്രഹങ്ങളില്ലാതെ ശാന്തനും സമചിത്തനും ആയിട്ടുള്ള ഒരു ഭക്തൻ്റെ ഒരു ഭക്തനെ ഞാൻ അങ്ങനെയുള്ളൊരു ഭാഗവതോത്തമൻ്റെ പാദധൂളികൾ കൊണ്ട് എന്നെയും ഭഗവാനാ പറയണ എന്നിലടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ മുഴുവനെയും ശുദ്ധീകരിക്കാൻ സാധിക്കും എന്ന് തോന്നിയിട്ടാണ്, എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഭക്തൻ്റെ കൂടെ ഉണ്ടാകുന്നത്. ഭഗവാനെ ശുദ്ധീകരിക്കുന്ന പറയണേ. ഭാഗവതോത്തമനായിട്ടുള്ളൊരു ഭക്തൻ്റെ പാദധൂളികൾ ഭഗവാനിൽ അടങ്ങിയിട്ടുള്ള പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണെന്ന് കരുതി ഭഗവാൻ എപ്പോഴും ഭക്തൻ്റെ കൂടെ നടക്കണമെന്ന്. അതാ പറഞ്ഞത്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം. എപ്പോഴും ഞാൻ അനുവ്രജാമ്യഹം ഒപ്പം പോകുന്നു. അനുവ്രജാമ്യഹം വെച്ചാൽ എന്താ? ഞാൻ എപ്പോഴും ആ ഭക്തൻ്റെ കൂടെ പോണു. എന്താ കാരണം വെച്ചാൽ എന്നെയും എന്നിലടങ്ങിയ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട് ആ ഭക്തൻ്റെ പാദധൂളികൾക്ക്. അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രി രേണുഭി. പൂയേച്ചെന്താ? ശുദ്ധീകരിക്കുക, അതായത് ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. പൂയേയ ഇതി നിത്യം, പൂയേച്ച ശുദ്ധീകരിക്കുക. ഇനി നിഷ്കിഞ്ചന മയ്യനുരക്തചേതസ ശാന്ത മഹാന്തോഖില ജീവവത്സലാ കാമൈഃ അനാലബ്ധധിയോ ജുഷന്തിയ തന്നൈരപേക്ഷ്യം ന വിദുഃ സുഖം മമ. 17 എന്താണ് പറയണമെന്ന് നമുക്ക് നോക്കാം. നിഷ്കിഞ്ചനന്മാർ, അതായത് സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവർ, ദരിദ്രന്മാരെ പറയാം. മയി അനുരക്ത ചേതസ, അതായത് ദരിദ്രന്മാരും ആ വലിയ ഐശ്വര്യം അതിനുള്ള മതിക്കാനുള്ള ഐശ്വര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നിൽ അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാവുകൊണ്ട് കൂടി എന്നിൽ ഉറച്ച മനസ്സോടു കൂടിയവരും അല്ലെങ്കിൽ എന്നിൽ അർപ്പിച്ച മനസ്സോടു കൂടിയവരും ശാന്തന്മാരും മഹന്തേ ചാലോ അതുകൊണ്ട് മഹന്ത അതല്ലേ. അതുകൊണ്ട് തന്നെ ശാന്തന്മാരും മഹാന്ത അതെന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരമില്ലാത്തവരും മഹാന്ത എന്നാണ് കേട്ടോ. അതെ, തെറ്റിയിട്ട് അച്ചടിച്ചെടുക്കുക നമ്മുടെ മഹന്തയെന്നൊക്കെ. മഹാന്ത അത് അഹങ്കാരം ഇല്ലാത്തവരും അഖില ജീവവത്സലാഹ എല്ലാ പ്രാണികളിലും ദയയും സ്നേഹവും ഉള്ളവനും കാമൈഹി കാമങ്ങളാൽ അതായത് ആഗ്രഹങ്ങളാൽ അനാലബ്ധതയ പീഡിക്കപ്പെടാത്ത ബുദ്ധിയോടുകൂടിയവരും മമ എൻ്റെ ഭക്തന്മാർ നൈരപേക്ഷ്യം ആഗ്രഹമൊന്നുമില്ലാതിരിക്കുക എന്നുള്ള കാരണം കൊണ്ട് നിരപേക്ഷമാണ്, ആഗ്രഹമില്ല.
യത് സുഖം ജുഷന്തി, ഏതൊരു സുഖം ലഭിക്കുന്നുവോ, തദ് ആ സുഖം ന വിദുഹു, ബാക്കി അന്യർക്ക് ലഭിക്കുന്നില്ല എന്ന്. അതായത് ഇവർക്ക് മാത്രമേ ആ ഇത് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാണ്. നിഷ്കിഞ്ചനന്മാർ ദരിദ്രരും എന്നിൽ അനുരക്തരും നല്ല സ്നേഹമുള്ളവരും പിന്നെ ആഗ്രഹങ്ങളില്ലാത്തവരും ശാന്തരും സർവ്വജീവങ്ങളിലും ദയവും സ്നേഹമുള്ളവരും ആയ മഹാന്മാർക്ക് ലഭിക്കുന്ന ആ ഒരു നിരപേക്ഷ സുഖമുണ്ടല്ലോ, അത് ബാക്കി ആർക്കും ലഭിക്കില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് തന്നെ അങ്ങനെയുള്ള ആ സുഖം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അത് എങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നാണ് പ്രത്യേകം പറയുകയാണ്. എന്താ വെച്ചാൽ പിന്നെ അതായത് അവനവൻ്റേതായിട്ട് എൻ്റെ എന്നുള്ള ഒരു വിചാരം ഇല്ലാത്തവരെയാണ്. ഭഗവാനല്ലാതെ, അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരിക്കൽ, ഭഗവാനല്ലാതെ ആരും സ്വന്തമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അത്ര അകിഞ്ചനന്മാർ. ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം, എന്നാലും ഒക്കെ ഭഗവാന്റെ ആണെന്നാണ് വിചാരം. ഭഗവാൻ തന്നതാണത്, ഞാനിങ്ങനെ ഉപയോഗിക്കുന്നു, അങ്ങനെ വിചാരം ഉണ്ടായാലും മതി മനസ്സോടെ. അങ്ങനെയുള്ളവരെ അകിഞ്ചനൻ എന്ന് പറയാം, നിഷ്കിഞ്ചനൻ എന്ന് പറയാം. അപ്പോൾ ഇതിലെന്താ പറയണേ, ഒന്നും തൻ്റേതായിട്ട് ആണെന്ന് പറഞ്ഞ് വിചാരിക്കാത്തവരും ഭഗവാനിൽ പരമഭക്തിയുള്ളവരും അതുകൊണ്ട് തന്നെ പരമശാന്തന്മാരും എല്ലാ ജീവജാലങ്ങളിലും ദയയും സ്നേഹവും ഉള്ളവനും, അതായത് എല്ലാവരിലും ഭഗവത് സാന്നിധ്യം കാണുന്നുണ്ടേ, അതുകൊണ്ടാണ് എല്ലാവരോടും ദയ വാത്സല്യമൊക്കെ. അങ്ങനെ ആഗ്രഹം ഒട്ടും മനസ്സിൽ ഇല്ലാത്തവരുമായ എൻ്റെ ഭക്തന്മാർ അനുഭവിക്കുന്ന ആ ആനന്ദം ഉണ്ടല്ലോ, അത് അവർക്ക് ഒന്നിനും ആഗ്രഹമില്ല. പറഞ്ഞില്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ, അപുനർഭവം, അതായത് മോക്ഷത്തിനും കൂടി ആഗ്രഹമില്ല. അങ്ങനെ ഇല്ലാത്തവരനുഭവിക്കുന്ന ആ ആനന്ദം ഉണ്ടല്ലോ, അതൊക്കെ അത് വേറെ ഒരാൾക്കും അറിയാൻ പോലും കഴിയില്ല. ആ ആനന്ദം, അവരനുഭവിക്കുന്ന ആനന്ദം ബാക്കി ആർക്കും അവരനുഭവിക്കുന്ന പോലത്തെ ആ പരമമായ ആനന്ദം വേറെ ആർക്കും ഇല്ല. അതായത് ഉത്തമ ഭക്തന്മാർക്ക് എല്ലാം ഭഗവാനാണെന്ന് വിചാരിച്ചിരുന്നില്ല. അവർ ഒന്നും സ്വന്തമാണെന്ന് വിചാരിക്കില്ല. അതാണ് നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഉണ്ടെങ്കിലും സ്വന്തമാണെന്ന് വിചാരമില്ല. ശാന്തന്മാരാണ്, സർവ്വജീവജാലങ്ങളിലും ദയയും സ്നേഹമുണ്ട്. അങ്ങനത്തെ ഉത്തമ ഭക്തന്മാർ അനുഭവിക്കുന്ന ആഗ്രഹങ്ങളും ഇല്ല. അവരനുഭവിക്കുന്ന പരമാനന്ദ സുഖം വേറെ ആർക്കും കിട്ടില്ല, വേറെ ആർക്കും അറിയില്ല എന്നർത്ഥം. അതായത് വേറെ ആരും അത് അനുഭവിക്കുന്നേ ഇല്ല എന്ന്, വേറെ ആർക്കും ലഭിക്കണില്ല എന്ന് പറയണം. ഇനി നിഷ്കിഞ്ചന മയ്യനുരക്തചേതസ ശാന്ത മഹാന്തോഖില ജീവവത്സലാഹ കാമൈരനാലബ്ധധിയോ തുഷന്തി യത്തൈന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഇനി ഇത് ഉത്തമഭക്തൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത്. ഇനി പ്രാകൃത ഭക്തൻ കൂടിയും ഭാഗ്യവാനാണെന്ന് പറയുന്നതാണ് അടുത്തത്. ബാധ്യമാനോപി മദ്ഭക്തോ വിഷയൈരജിതേന്ദ്രിയ പ്രായ പ്രഗൽഭയാ ഭക്ത്യാ വിഷയൈർനാഭിഭൂയതേ. എന്താണ് ഇതിൽ പറഞ്ഞാൽ, 18 പറഞ്ഞാൽ, മദ് ഭക്ത, എൻ്റെ ഭക്തൻ, അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായി, വിഷയൈഹി, വിഷയസുഖങ്ങളിൽ, ബാധ്യമാന അഭി, ബദ്ധനായാലും കൂടി, അതായത് ഉത്തമ ഭക്തനൊന്നും അല്ല കേട്ടോ, ഭക്തിയുണ്ട്, എന്നാലും ഇന്ദ്രിയങ്ങളൊന്നും ജയിച്ചിട്ടില്ല, ആ വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പ്രായ മിക്കവാറും പ്രഗൽഭ പ്രഗൽഭയ, ഓരോ ക്ഷണത്തിലും അവർക്കും അവരുടെയും ഭക്തി വർദ്ധിച്ച് വരും. അതായത് അവരും ഇവോൾവ് ചെയ്യും. ഭക്തി നിമിത്തം അവരുടെയും തുടക്കത്തിൽ അങ്ങനെയാണ് വെച്ചാലും അവരുടെയും ഭക്തി മിക്കവാറും വർദ്ധിച്ച് വന്നിട്ട് ന അഭിഭൂയതേ, വിഷയസുഖങ്ങളെ പിന്നെ അവരും ആഗ്രഹിക്കേണ്ടേ ഒന്ന്. അവരും വിഷയസുഖങ്ങളെ പതുക്കെ ത്യജിച്ച് മുക്തി നേടാൻ അർഹരായിത്തീരാമെന്നാണ് മിക്കവാറും എല്ലാവരും. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ, അജിതേന്ദ്രിയന്മാരായിട്ടുള്ള ഭക്തനെ വിഷയങ്ങളൊക്കെ അവരെ ബാധിക്കും. അതായത് പിന്നെ തുടക്കത്തിലൊക്കെ അജിതേന്ദ്രിയന്മാരായിട്ടുള്ള സകാമമായിട്ടുള്ള ഭക്തന്മാരെ വിഷയങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നാലും ക്രമേണ അവരുടെ ഭക്തി പിന്നെ നിഷ്കാമ ഭക്തിയായിട്ട് ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ
ആ പ്രാകൃത ഭക്തനും മധ്യമഭക്തനാവും. കുറേ കാലം കൊണ്ട് എന്തായി, വിഷയത്തിന് വിരക്തി വന്ന് അവനും മിക്കവാറും എല്ലാവരും ഭക്തിയിൽ പുരോഗമിച്ച് വിഷയങ്ങളിൽ വിരക്തി വരുന്നതായി കാണാം എന്നാണ് ഭഗവാൻ പറയണത്. ഇപ്പം തുടക്കത്തിൽ അജിതേന്ദ്രിയനാണെങ്കിലും വിഷയങ്ങളിൽ വലിയ താല്പര്യമുള്ളവനാണെങ്കിലും മിക്കവാറും എല്ലാവരും പതുക്കെ ഭക്തി വർദ്ധിച്ചിട്ട് വിഷയങ്ങളെ വിടുന്നതായിട്ടാണ് കാണുന്നത്. ബാധ്യമാനോപി മദ്ഭക്തോ വിഷയൈരജിതേന്ദ്രിയ പ്രായപ്രഗൽഭയാ ഭക്ത്യാ വിഷയേർന്നാഭിഭൂയതേ. അങ്ങനെയാണ് പതിവ്. വിഷയങ്ങളാൽ ബന്ധിക്കപ്പെടാതെ ആവുന്ന. ഇനി യഥാഗ്നി സുസമൃദ്ധാർച്ചി കരോത്യേഥംസി ഭസ്മസാദ് തഥാ മദ്വിഷയാ ഭക്തിരുദ്ധവൈനാംസി കൃഷ്ണശഃ. എന്താണ് ഉദ്ധവ? ഹേ ഉദ്ധവ, ഊർജിത, അതായത് ഊർജിതം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ് വളരെ വർദ്ധിച്ച മമ ഭക്തി, അങ്ങനെ വർദ്ധിച്ച ഭക്തി യഥാ മാം സാധയതി, എങ്ങനെ എന്നെ ആകർഷിക്കുന്നുവോ, അതായത് ഭക്തന്മാരുടെ ഭക്തി കൂടുന്തോറും എനിക്ക് അവരെ കൂടുതൽ ഇഷ്ടമാണ്. അവരെന്നെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും ഭക്തി കൂടുന്തോറും. യോഗവും സാഖ്യവും ഇല്ല. ഭക്തിയോഗം പോലെ സാഖ്യയോഗവും മറ്റ് അഷ്ടാംഗയോഗവും ഒന്നും എന്നെ ആകർഷിക്കണില്ല. ഞാൻ ഭക്തന്മാരാൽ ആകർഷിക്കപ്പെടുന്ന പോലെ, ഭഗവാൻ പറയണേ ഉദ്ധവ, ഞാൻ ഭക്തന്മാരാൽ ആകർഷിക്കപ്പെടുന്ന പോലെ ഈ ബാക്കി യോഗാനുഷ്ഠാനം ചെയ്യുന്നവരാൽ ആകർഷിക്കപ്പെടുന്നില്ല. സ്വാധ്യായം വേദാധ്യയനം ചെയ്യുന്നവരൊന്നും എന്നെ അത്ര ആകർഷിക്കണില്ല ഭക്തന്മാരെ പോലെ. തപസ്സും ത്യാഗവും അവരൊന്നും എന്നെ ഇത്ര ആകർഷിക്കണില്ല എന്ന്. ഭക്തന്മാരാൽ ഞാൻ ആകർഷിക്കപ്പെടുന്നവരെ മറ്റാരാലും ഞാൻ ആകർഷിക്കപ്പെടുന്നില്ല എന്ന് പറയാണ്. അതാണിപ്പോൾ ഇതിൽ പറയണത്. അതായത് ഭക്ഷണ സാധനങ്ങൾ അല്ല, ഞാൻ തെറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. പോട്ടെ, സാരില്ല. അത് അടുത്തേലാണ് ഈ സാഖ്യത്തിൻ്റെ പറഞ്ഞത്. ഞാൻ ഒക്കെ ഒന്നിച്ച് വായിച്ച് വെച്ചിട്ടേ എനിക്ക് സംശയമാവും. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതാണത് കേട്ടോ. അതല്ല, എന്താ പറയുക ഇതിൽ പറയണെന്താ വെച്ചാൽ, ഹേ ഉദ്ധവ, സുസമൃദ്ധ അർച്ചിഹി, നന്നായിട്ട് കത്തി ജ്വലിക്കണ അഗ്നിഹി ഏതാംസി, വിറകിനെ കൃഷ്ണശഃ, ബാക്കിയില്ലാതെ മുഴുവൻ കത്തിക്കുമല്ലോ. നല്ലോണം ആളി കത്തുണ്ടെങ്കിൽ വിറക് വേഗം കത്തിക്കഴിയും. ഭസ്മസാദ്, എങ്ങനെ അനവധി വിറകിനെ വേഗം ഭസ്മാക്കി തീർക്കുന്നുവോ. മദ്വിഷയ, എന്നിൽ വെച്ച ഭക്തി, അതായത് എന്നിൽ ഉണ്ടാകുന്ന ഭക്തി ഏതാംസി, പാപങ്ങളെ തഥ അങ്ങനെ നശിപ്പിക്കുന്നു. അതാ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആരാൽ ആകർഷിക്കപ്പെടുന്നു പറഞ്ഞത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ, ഈ 18 ഞാൻ 19 പിന്നെ തെറ്റിയിട്ട് പറഞ്ഞത്. ഈ 18 സ്കിപ്പ് ചെയ്തിട്ട്, സോറി. അപ്പോൾ 18 എന്താ പറഞ്ഞ വെച്ചാൽ, ഈ 19 കേട്ടോ, ഞാൻ 20 പറഞ്ഞു. 19 നമ്മൾ ചെയ്യണം. എന്താണ് ഇതിൽ പറഞ്ഞ വെച്ചാൽ, കത്തിക്കാളിക്കൊണ്ടിരിക്കണോ തീയ്, നല്ല ജ്വലിച്ചുകൊണ്ടിരിക്കണോ തീയ് വിറകിനെ വേഗം ഭസ്മാക്കണ പോലെ എന്നിൽ അർപ്പിച്ച ഭക്തി ആ ഭക്തൻ്റെ പാപങ്ങളെ എല്ലാം തീയ് വിറകിനെ നശിപ്പിക്കുന്ന പോലെ നശിപ്പിച്ച് കളയുന്നു. നല്ല ഉണങ്ങിയ വിറകാന്നിരിച്ചോളൂ. നല്ലോണം തീയങ്ങോട്ട് കത്താൻ തുടങ്ങിച്ചാൽ വേഗം ഇത് വിറക് മുഴുവനെ കത്തി ചാമ്പലങ്ങടാവും. കാരണം വിറക് നല്ല ഉണങ്ങിയതാണ്, തീ അസലായിട്ട് കത്തണമുണ്ട്. അതിന് വേണമെങ്കിൽ കാറ്റും സഹായിക്കണ്ട ചോട്ടെ, വേഗം കത്തി ചാമ്പലാവില്ലേ. അതുപോലെയാണ് ഈ എന്നിൽ സർവാത്മനാ എന്നെ ആശ്രയിച്ച് എന്നിൽ സ്വയം അർപ്പിച്ച ഒരു ഭക്തൻ്റെ സകല പാപങ്ങളെയും ഞാൻ ഈ വിറകിനെ ചാമ്പലാക്കുന്ന പോലെ അവരുടെ പാപങ്ങളെ ഞാൻ നിശേഷം നശിപ്പിക്കുന്നു. ഇനി അടുത്തേലാണ് എന്ത് പറയണേ, എന്നെ ഭക്തന്മാരാൽ ഞാൻ ആകർഷിക്കപ്പെടുന്ന പോലെ ബാക്കി ഒരു യോഗം ചെയ്യണവരാലും തപസ്സും ത്യാഗവും വേദാധ്യയനം ചെയ്യുന്നവരാൽ ആകർഷിക്കപ്പെടുന്നില്ല എന്ന് അടുത്തേലാ പറഞ്ഞത്.
യഥാഗ്നിസ്സു സമൃദ്ധാർച്ചിഃ കരോത്യേഥാംസി ഭസ്മസാദ് തഥാ മദ്വിഷയാ ഭക്തിരുദ്ധവൈനാംസി കൃഷ്ണശഃ ന സാധയതി മാം യോഗോ. അതിലാണ് പറയണേ, ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായസ്തപസ്ത്യാഗോ യഥാ ഭക്തിർമമോർജിതഃ യഥാ ഭക്തിർമമോർജിതഃ. എന്താണ് ഇത് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. അതായത് ഭക്തന്മാരാൽ ഞാൻ ആകർഷിക്കപ്പെടുന്ന പോലെ യോഗമോ സാഖ്യമോ ധർമ്മമോ സ്വാധ്യായമോ തപസ്സോ ത്യാഗോ ചെയ്യുന്നവരാൽ ആകർഷിക്കപ്പെടുന്നില്ല. ഭക്തന്മാരാൽ ഞാൻ ആകർഷിക്കപ്പെടുന്ന പോലെ ഈ യോഗം ഒന്നും അനുഷ്ഠിക്കുന്നവരാൽ ഞാൻ അത്ര തന്നെ ആകർഷിക്കപ്പെടുന്നില്ല എന്ന്. ഏറ്റവും അധികം ഞാൻ ആകർഷിക്കപ്പെടുന്ന ഭക്തന്മാരാലാണ്. ഭക്തിയോഗത്തിൽ ചരിക്കുന്നവരാലാണ് ഞാൻ ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായസ്തപസ്ത്യാഗോ യഥാ ഭക്തിർമമോർജിത. 21. ഭക്ത്യാഹമേകയാ ഗ്രാഹ്യഃ ശ്രദ്ധയാത്മാ പ്രിയഃ സതാം ഭക്തിപുനാദി മന്നിഷ്ഠ ശോപാകാനപി സംഭവാത്. ഇനി എന്താ ഭഗവാൻ പറയണേ? 21 അല്ലേ? അതെ, തെറ്റണ്ട. സതാം, അതായത് ഈ സജ്ജനങ്ങൾക്ക് പ്രിയമായവനും ആത്മാ ആത്മാവുമായ എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള ഞാൻ ഏകാന്ത ഭക്തി ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്നവൻ ആണ്. എന്നെ ഏകാന്ത ഭക്തി കൊണ്ട് മാത്രമേ ലഭിക്കുള്ളൂ. മന്നിഷ്ഠ, എന്നിൽ സ്ഥിരമായ ഭക്തി ഉള്ള ഒരാൾ ശ്വപാകാനബി, എത്ര താഴത്തെ ഈ സമുദായത്തിലത്തെ എത്ര താഴത്തെ തട്ടിലുള്ളവരാണെങ്കിലും നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും സംഭവാത് അതായത് അയാളുടെ കുടുംബത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ ഒക്കെ ദോഷങ്ങളിൽ നിന്നും പുനാതി അയാളെ ഭക്തി ഉണ്ടെങ്കിൽ അയാളെ എനിക്ക് ഒരു വ്യത്യാസമില്ല. എല്ലാ ഭക്തന്മാരെയും ഒരുപോലെ, ഏത് സമുദായത്തിൻ്റെ ഏത് തട്ടിൽ ഇരിക്കണമാണെങ്കിലും ഏത് വർണ്ണമാണെങ്കിലും ഏതാശ്രമമാണെങ്കിലും ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് പ്രിയപ്പെട്ട തന്നെയാണെന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും എന്ന് പറയുകയാണ് ഭഗവാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏകാന്ത ഭക്തി കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. എന്താ പറഞ്ഞാൽ, ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ഏകാന്ത ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സജ്ജനങ്ങളുടെ മുഴുവൻ പ്രിയനായിട്ടുള്ള എന്നെ പ്രാപിക്കാൻ കഴിയൂ. എന്നിലുള്ള പരമഭക്തി ജന്മം കൊണ്ട് ചണ്ടാലനായവനെ പോലും പരിശുദ്ധനാക്കുന്നു എന്ന്. എന്നിൽ ഭക്തി ഉണ്ടാവേ വേണ്ടൂ, ആരായാലും വേണ്ടില്ല, അവരെ ഞാൻ പരിശുദ്ധനാക്കും. എത്ര പരിശുദ്ധത ഇല്ല ചാലും ഞാൻ അയാളെ പരിശുദ്ധനാക്കുന്നതാണ് പറയണത്. പക്ഷേ ഏകാന്ത ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ എന്നെ പ്രാപിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ഏകാന്ത ഭക്തിയോട് കൂടിയ ഏത് ലെവലിലുള്ള ഒരാൾക്കും ഏത് സമൂഹത്തിലത്തെ ഏത് സ്ഥാനത്തിരിക്കണ ആർക്കും ഏകാന്ത ഭക്തി കൊണ്ട് മാത്രമേ എന്നെ പ്രാപിക്കാൻ കഴിയൂ. അതിപ്പോൾ അങ്ങനെ ഏകാന്ത ഭക്തി ഉള്ളൊരു ചണ്ടാലനായാലും ഒരു സാരമില്ല, ജന്മനായാലും ചണ്ടാലനാന്നേ ഉള്ളൂ. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ ഞാൻ അയാളെ പരിശുദ്ധനാക്കിയിട്ട് ബ്രാഹ്മണനേക്കാളും വലിയ ആളാക്കും എന്ന് പറയാണ്. അതായത് ഭഗവാന് ഭക്തി മാത്രമേ പ്രശ്നമുള്ളൂ. എവിടെ ജനിച്ചു, എവിടെ വളർന്നു, കുലം ഒന്നും ഭഗവാന് പ്രശ്നമല്ല. ഭഗവാൻ നോക്കണത് ഈ ഭക്തന് ഭക്തി ഉണ്ടോ, ഏകാന്ത ഭക്തി ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഭക്ത്യാഹമേകയാഗ്രാഹ്യഃ ശ്രദ്ധയാത്മാ പ്രിയ സദാം ഭക്തി പുനാതിമന്നിഷ്ഠ ശോഭാകാനപി സംഭവാത്. ഒരു ജന്മനാ ചണ്ടാലനായാലും അവനെ ഞാൻ ശുദ്ധീകരിക്കുന്നു. പക്ഷേ ഏകാന്ത ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഗ്രഹിക്കാൻ കഴിയൂ, പ്രാപിക്കാൻ കഴിയൂ. ഭക്തി ഇല്ലെങ്കിൽ മറ്റെല്ലാം വ്യർത്ഥാണെന്ന് 22 പറയുന്നുണ്ട്.
ധർമ്മ ദയോപേതോ വിദ്യാവാ തപസാന്വിത മദ്ഭക്ത്യാപേതമാത്മാനം ന സമ്യക് പ്രപുനാദിഹി. എന്താ പറയണ? സത്യയോപേതോ അല്ല, സത്യദയോപേതോ, സത്യം ദയ ഇവയോടുകൂടിയ ധർമ്മമോ തപസാന്വിത തപസ്സോടുകൂടിയ വിദ്യയോ മൽഭക്ത്യപേതം എന്നിൽ ഭക്തിയില്ലാത്ത ആത്മാനം മനസ്സിനെ തീർച്ചയായും ന സമ്യക് നല്ലവണ്ണം പ്രപുനാദി പരിശുദ്ധമാക്കുന്നില്ല. അതായത് ഇതിലെന്താ പറയുക, ഭക്തി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല എന്തുണ്ടായിട്ടെന്ന്. അതാണെന്നല്ലേ പറഞ്ഞത്. സത്യവും ദയയും ഒക്കെയുള്ള ധർമ്മത്തിനോ നല്ല ധർമ്മിഷ്ഠനാവാം, നല്ല സത്യമുള്ള ആളാവാം, പക്ഷേ തപസ്സുള്ള ആളാവാം, നല്ല അറിവുള്ള ആളാവാം, പക്ഷേ ഭക്തിയില്ലാത്ത മനസ്സിനെ, അങ്ങനൊരു മനസ്സാണ് ആ ആൾക്ക് ചാൽ തികച്ചും പരിശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന്. അതായത് എന്ത് ഗുണമുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഭക്തി വേണമെന്നാണ് പറയണത്. സത്യം ഉണ്ടായിട്ട് കാര്യമില്ല, ദയ ഉണ്ടായിട്ട് കാര്യമില്ല. ഭക്തി ഇല്ലെങ്കിൽ സത്യവും ദയയും ചേർന്ന ധർമ്മം, സത്യവും ദയയും ചേർന്ന ധർമ്മത്തിനോ തപസ്സിനോ വിദ്യയ്ക്കോ ഒന്നും ഭക്തിയില്ലെങ്കിൽ അതൊന്നും പ്രകാശിക്കില്ല. അതുകൊണ്ടൊന്നും ഭക്തിയില്ലെങ്കിൽ അവരുടെ ഒന്നും അന്ധക്കരണം ശുദ്ധാവില്ല. എത്ര സത്യം അനുഷ്ഠിച്ചാലും സത്യവും ദയയും ആയിട്ടുള്ള ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാലും, പിന്നെ നല്ല അറിവുണ്ടായാലും, പിന്നെ തപസ്സുണ്ടായാലും ഭക്തി ഇല്ലേ എന്നാൽ അവരുടെ അന്ധക്കരണം പരിശുദ്ധമാവില്ല എന്ന്. അതായത് ആ തപസ്സും സത്യവും ദയയും ധർമ്മവും തപസ്സും അറിവും ഒക്കെ പ്രകാശിക്കണമെങ്കിൽ ഭക്തിയും കൂടി വേണം. അതായത് ഭഗവാനിലൊരു ശരണാഗതി മനോഭാവം ഇല്ലെങ്കിൽ, ഭക്തിഭാവം ഇല്ലെങ്കിൽ ഇതൊന്നും ശോഭിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അന്ധക്കരണം പരിശുദ്ധാവില്ല. ഭക്തിയും കൂടി വേണം. ഭക്തിയോടുകൂടി അതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അന്ധക്കരണം വളരെ നല്ലോണം വേഗം പരിശുദ്ധാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും ഭക്തി ഇല്ലെങ്കിൽ അവരുടെ അന്ധക്കരണം പരിശുദ്ധാവില്ല. ഭക്തി കൊണ്ട് അഹങ്കാരം അടങ്ങുള്ളൂ. അതാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ പരിശുദ്ധാവില്ല മനസ്സ്. അപ്പോൾ അഹങ്കാരം അടങ്ങണമെങ്കിൽ ഭഗവാന് നമിക്കന്നെ വേണം, ഭഗവാനിൽ ശരണാഗതി അടയണം മനോഭാവം തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 22 വായിച്ച് നിർത്താം. ധർമ്മ സത്യദയോപേതോ വിദ്യാവാ തപസാന്വിത മദ്ഭക്ത്യാപേതമാത്മാനം ന സമ്യക് പ്രപുനാദിത. വേണ്ട പോലെ അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ